നമുക്ക് ഇന്നത്തെ നമ്മുടെ ആരാധന ആരംഭിക്കാം. വെസ്ട്രി സോങ്ങോടുകൂടി ഇന്നത്തെ ആരാധന ആരംഭിക്കുന്നതാണ്. സകല നന്മകളുടെയും ഉറവിടമായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ നല്ല പിതാവേ, ഈ പരിശുദ്ധ ദിവസത്തിനായി ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. ദൈവമേ, നിന്നെ ആരാധിപ്പാൻ തക്കവണ്ണം അടിയങ്ങൾക്ക് അവസരം തന്നല്ലോ. ആലയത്തിൽ ഞങ്ങൾക്കെല്ലാവർക്കും കൂടി വരുവാനായിട്ട് സാധിക്കുന്നില്ല. കഴിഞ്ഞ 2-3 ആഴ്ചകളായി ഞങ്ങളുടെ ഭവനങ്ങൾ ദേവാലയങ്ങളായി അവിടുന്ന് രൂപപ്പെടുത്തിയതോർത്ത് നന്ദിയോടെ സ്തോത്രം. ദൈവമേ, ഓരോ ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് ആരാധിക്കുന്ന നിന്റെ മക്കളുടെ മേൽ നിന്റെ കരം നീട്ടണമേ. അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിവസാനം കൂടെ ഇരിക്കണമേ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോട് കേട്ടുത്തരമല്ലേണമേ. ആമേൻ. കർത്താവിൻ്റെ നാമസ്തുതിക്കായി 34-ാമത്തെ കീർത്തനം പാടി നമുക്ക് ദൈവത്തെ ആരാധിക്കാം. കീർത്തനം 34. നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ദൈവം ആത്മാവാകുന്നു. അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. നമ്മുടെ കർത്താവായ ദൈവത്തിങ്കൽ നിന്നും നമ്മുടെ പിതാവായ യേശുക്രിസ്തുവിങ്കൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഇത് യഹോവയുണ്ടാക്കിയ ദിവസം, ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. കർത്താവേ, ഞങ്ങളുടെ അധരങ്ങളെ തുറക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. തൃത്വത്തിന് സ്തുതി. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ.
പരിശുദ്ധൻ പരിശുദ്ധൻ. ആകാശവും ഭൂമിയും നിന്റെ പ്രഭാവ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവേ, നിനക്ക് മഹത്വമുണ്ടാകട്ടെ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. സർവശക്തനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും സ്തോത്രങ്ങളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണയുണ്ടാകണമേ. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മളില്ലാതെയായി. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനും ആകുന്നു. ഞാൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കൽ ചെന്നവനോടപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. ഇനി നിന്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല എന്ന് പറയും. നമുക്ക് മുട്ടുകുത്തി മൗനമായി നമ്മെ തന്നെ ശോധന ചെയ്യാം. നമ്മുടെ പാപങ്ങളെ സർവശക്തനായ ദൈവത്തോട് നമുക്ക് വിനയമായി ഏറ്റുപറയാം. ഒന്നാമത്തെ പ്രാർത്ഥന. സർവശക്തി മഹാകന്യുള്ള പിതാവേ, ഞങ്ങൾ കാണാതെ പോയ ആളുകളെ പോലെ നിന്റെ വഴികളിൽ നിന്ന് രസിച്ചിരിക്കുന്നു. ഞങ്ങളുടെ സ്വന്തം ഹൃദയങ്ങളെ, വിചാരങ്ങളെ, മോഹങ്ങളെ ഞങ്ങളെ ഏറ്റവും അനുസരിച്ച് നടന്നിരിക്കുന്നു. ഞങ്ങൾ നിശ്ചയിച്ചിരിക്കുന്നു. ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെ ചെയ്യാതെ വിട്ട് ഞങ്ങൾ സൗഖ്യമില്ല അരിഷ്ടന്മാരായ കുറ്റക്കാരായ ഞങ്ങളോട് തന്നെ ഉണ്ടാകണമേ. ദൈവമേ, ഞങ്ങളുടെ വിളികളെ പറയുന്നവരോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നീ മനുഷ്യവർഗത്തോട് അറിയിച്ചിരിക്കുന്ന വാഗ്ദത്ത പ്രകാരം അനുദപിക്കുന്നവരെ വീണ്ടും കൈക്കൊള്ളണമേ. മഹാകന്യയുടെ പിതാവേ, നിന്റെ പരിശുദ്ധ നാമത്തിന്റെ മഹത്വത്തിനായിട്ട് ഞങ്ങൾ ഇനിമേൽ ദൈവത്തോട് നീതിയോടും സുബോധത്തോടും നടക്കേണ്ടതിന് ക്രിസ്തു നിമിത്തം കൃപ ചെയ്യണമേ. എപ്പോഴും കരുണയുണ്ടാകുകയും ക്ഷമിക്കുകയും ചെയ്യുന്ന സ്വഭാവവും ലക്ഷണമുള്ള ദൈവമേ, ഞങ്ങളുടെ താഴ്മയുള്ള അപേക്ഷകളെ കൈക്കൊള്ളണമേ. ഞങ്ങൾ ഞങ്ങളുടെ പാപച്ചങ്ങല കൊണ്ട് ബന്ധിക്കപ്പെട്ടവരാകുന്നുവെങ്കിലും ഞങ്ങളുടെ മധ്യസ്ഥനും കാര്യസ്ഥനുമായ യേശുക്രിസ്തുവിൻ്റെ ബഹുമാനത്തിനായി നിന്റെ മഹാകരുണയോടുകൂടിയ കനിവ് കൊണ്ട് ഞങ്ങളെ അഴിച്ചു വിടണമേ. എല്ലാവർക്കും ഇരിക്കാം. ഒന്നാം പാട്ട്. രാജാക്കന്മാരെഴുതിയ ഒന്നാം പുസ്തകം 3-ാം അധ്യായം 16 മുതൽ 28 വരെ എഴുതപ്പെട്ടിരിക്കുന്ന ദൈവജനങ്ങളെ കേൾപ്പി. 1 രാജാക്കന്മാർ 3:16 മുതൽ 28 വരെ. അനന്തരം വേശ്യന്മാരായ 2 സ്ത്രീകൾ രാജാവിന്റെ അടുക്കൽ വന്ന് അവന് മുൻപാകെ നിന്നു. അവർ നിർത്തി പറഞ്ഞത്, തമ്പുരാനെ, അടിയനും ഇവളും ഒരു വീട്ടിൽ പാർക്കുന്നു. ഞങ്ങൾ പാർക്കുന്ന വീട്ടിൽ വെച്ച് ഞാൻ ഒരു കുഞ്ഞിനെ പ്രസവിച്ചു. ഞാൻ പ്രസവിച്ചതിൻ്റെ 3-ാം ദിവസം ഇവളും പ്രസവിച്ചു. ഞങ്ങൾ ഒന്നിച്ചായിരുന്നു. ഞങ്ങൾ 2 പേരൊഴികെ ആ വീട്ടിൽ മറ്റാരും ഞങ്ങളോട് കൂടെ ഉണ്ടായിരുന്നില്ല. എന്നാൽ രാത്രി ഇവിടുത്തെ ഒരു മകൻ്റെ മേൽ ഇടതുപോയതുകൊണ്ട് അവൻ മരിച്ചുപോയി.
അവൾ അർദ്ധരാത്രി എഴുന്നേറ്റ് അടിയുണർന്ന സമയം അടിയന്റെ അരികിൽ നിന്ന് അടിയന്റെ മകനെ എടുത്ത് അവളുടെ പള്ളക്കിലും അവളുടെ മരിച്ച മകനെ അടിയന്റെ പള്ളക്കിലും കിടത്തി. രാവിലെ കുഞ്ഞിന് ഒരു കൊടുക്കാൻ അടിയൻ എഴുന്നേറ്റപ്പോൾ അത് മരിച്ചിരിക്കുന്നത് കണ്ടു. വെളിച്ചമായ ശേഷം അടിയൻ സൂക്ഷിച്ചു നോക്കിയാതെ അത് അടിയൻ പ്രസവിച്ച കുഞ്ഞല്ല, അതിന് മറ്റേ സ്ത്രീ അങ്ങനെയല്ല, ജീവനുള്ളത് എൻ്റെ കുഞ്ഞ്, മരിച്ചത് നിന്റെ കുഞ്ഞ് എന്ന് പറഞ്ഞു. ഇവളോ മരിച്ചത് നിന്റെ കുഞ്ഞ്, ജീവനുള്ളത് എൻ്റെ കുഞ്ഞ് എന്ന് പറഞ്ഞു. ഇങ്ങനെ രാജാവിന് മുൻപാകെ തമ്മിൽ വാദിച്ചു. അപ്പോൾ രാജാവ് കൽപ്പിച്ചത്, ജീവനുള്ള എൻ്റെ കുഞ്ഞ്, മരിച്ചത് നിന്റെ കുഞ്ഞ് എന്നിവർ പറയുന്നു. അങ്ങനെയല്ല, മരിച്ചത് നിന്റെ കുഞ്ഞ്, ജീവനുള്ള എൻ്റെ കുഞ്ഞ് എന്ന് മറ്റവർ പറയുന്നു. ഒരുപാട് കൊണ്ടുവരും എന്ന് രാജാവ് കൽപ്പിച്ചു. അവർ ഒരുപാട് രാജസഭയിൽ കൊണ്ടുവന്നു. അപ്പോൾ രാജാവ് ജീവനുള്ള കുഞ്ഞിനെ രണ്ടായി പിളർന്ന് പാതി വ്യക്തിക്കും പാതി മറ്റവർക്ക് കൊടുപ്പീൻ എന്ന് കൽപ്പിച്ചു. ഉടനെ ജീവനുള്ള കുഞ്ഞിന്റെ അമ്മ തന്റെ കുഞ്ഞിനെ കുറിച്ച് ഉള്ളുകുത്തുകൊണ്ട് രാജാവിനോട്, അയ്യോ എന്റെ തമ്പുരാനെ, ജീവനുള്ള കുഞ്ഞിനെ കൊല്ലരുത്, അതിനെ അവർക്ക് കൊടുത്തു കൊള്ളുകയും എന്ന് പറഞ്ഞു. മറ്റവളോ, എനിക്ക് വേണ്ട, നിനക്കും വേണ്ട, അതിനെ പിളർക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ രാജാവ്, ജീവനുള്ള കുഞ്ഞിനെ കൊല്ലരുത്, അവർക്ക് കൊടുപ്പീൻ, അവളത് തന്നെ അതിന് തള്ളാം എന്ന് കൽപ്പിച്ചു. രാജാവ് കൽപ്പിച്ചതിന് ഇഷ്ടമൊക്കെയും കേട്ടു. ന്യായപാലനം ചെയ്യുവാൻ ദൈവത്തിന് ജ്ഞാനം രാജാവിന് മുമ്പിൽ ഉണ്ട് എന്ന് കണ്ട് അവനെ ഭയപ്പെട്ടു. പലതിനും അവസാനിച്ചു. വിശുദ്ധ യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ കൊണ്ടുവരുന്നത്. വിശുദ്ധ യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 1 മുതൽ 8 വരെ. ദൈവത്തിന്റെയും കർത്താവായ യേശുക്രിസ്തുവിന്റെയും ദാസനായി യാക്കോബ് എഴുതുന്നത്, ചിതറിപ്പാർക്കുന്ന 12 ഗോത്രങ്ങൾക്കും വന്ദനം. എന്റെ സഹോദരന്മാരെ, നിങ്ങൾ വിവിധ പരീക്ഷകൾ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാക്കുമെന്ന് അറിഞ്ഞ് അശേഷം സന്തോഷമെന്ന് എണ്ണവരും. എന്നാൽ നിങ്ങൾ ഒന്നിനും കുറവില്ലാതെ തികഞ്ഞവർക്ക് സമ്പൂർണ്ണമാകേണ്ടതിന് സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവൃത്തി ഉണ്ടാകട്ടെ. നിങ്ങൾ ഓരോരുത്തരും ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ ഫലസിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്നവനായ ദൈവത്തോട് യാചിക്കട്ടെ, അപ്പോൾ അവനെ ലഭിക്കും.
എന്നാൽ അവർ ഒന്നും സംശയിക്കാതെ വിശ്വാസത്തോടെ യാചിക്കണം. സംശയിക്കുന്നവൻ കാറ്റടിച്ച് അലയുന്ന കടൽത്തിരക്ക് സമൻ. ഇങ്ങനെയുള്ള മനുഷ്യൻ കർത്താവിൽ നിന്ന് വല്ലതും ലഭിക്കുമെന്ന് നിരൂപിക്കരുത്. ഇരുമനസ്സുള്ള മനുഷ്യൻ തന്റെ വഴികളിലൊക്കെയും അസ്ഥിരൻ ആകുന്നു. ഇങ്ങനെയുള്ള ലേഖനഭാഗം കഴിഞ്ഞു. ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 21 മുതൽ 24 വരെ എഴുതപ്പെട്ടിട്ടുള്ള ദൈവവചനങ്ങളെ ശ്രദ്ധിപ്പീൻ. 10-ാം അധ്യായം 21 മുതലുള്ള വാക്യങ്ങൾ. ആ നാഴികയിൽ അവൻ പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ച് പറഞ്ഞത്, പിതാവേ, സ്വർഗത്തിനും ഭൂമിക്കും കർത്താവായുള്ളവേ, നീ ഇവ ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതുകൊണ്ട് ഞാൻ നിന്നെ വാഴ്ത്തുന്നു. അതേ പിതാവേ, ഇങ്ങനെ നിനക്ക് പ്രസാദം തോന്നിയല്ലോ. എൻ്റെ പിതാവ് സകലവും എങ്കിൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു. പുത്രൻ ഇന്നവനെന്ന് പിതാവല്ലാതെ ആരും അറിയുന്നില്ല. പിതാവ് ഇന്നവൻ എന്ന് പുത്രൻ വെളിപ്പെടുത്തി കൊടുപ്പാൻ ഇച്ഛിക്കുന്നവനുമല്ലാതെ ആരും അറിയുന്നതുമില്ല. പിന്നെ ശിഷ്യന്മാരുടെ നേരെ തിരിഞ്ഞ്, നിങ്ങൾ കാണുന്ന കണ്ണ് ഭാഗ്യമുള്ളത്. നിങ്ങൾ കാണുന്നതിനെ കാണുവാൻ ഏറിയ പ്രവാചകന്മാരും രാജാക്കന്മാരും ഇച്ഛിച്ചിട്ടും കണ്ടില്ല. നിങ്ങൾ കേൾക്കുന്നതിനേക്കാൾ കേൾപ്പാൻ ഇച്ഛിച്ചിട്ടും കേട്ടില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പ്രത്യേകം പറഞ്ഞു. ക്രിസ്തുവേ, നിനക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. വചന ശുശ്രൂഷയ്ക്കായി 191-ാമത്തെ കീർത്തനം നമുക്ക് ചേർന്ന് പാടാം. കീർത്തനം 191. പ്രാർത്ഥിക്കാം. സകല നന്മകളുടെയും ഉറവിടമാകുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ നല്ല പിതാവേ, അവിടുത്തെ കൃപയാൽ ഇന്ന് മുതൽക്കാലവും ദൈവസന്നിധി അടുത്തു വരുവാൻ ഏഴകൾക്കൊരുക്കിയ അവസരത്തിനായി സ്തോത്രം.
സാഹചര്യങ്ങൾ ഞങ്ങൾക്ക് പ്രതികൂലമായിരിക്കുമ്പോഴും ഞങ്ങൾക്ക് അനുകൂലമായ കർത്താവിനെ പാടി പുകഴ്ത്തുവാൻ നീ അടിയങ്ങൾക്ക് ഒരുക്കുന്ന പദവിക്കായി, ഭാഗ്യത്തിനായി സ്തോത്രം. ദൈവത്തിൻ്റെ വചനം അത് ഞങ്ങളുടെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമായിരിക്കാൻ തക്കോണം എൻ്റെ കർത്താവ് സഹായിക്കുന്നതുകൊണ്ട് സ്തോത്രം. വചനം കേൾവി ഞങ്ങൾക്ക് അനുഗ്രഹമാക്കണമേ. തിരുവചനം ധ്യാനിക്കുമ്പോൾ തിരുവചന ധ്യാനത്തിലൂടെ ഞങ്ങളുടെ ഹൃദയം ആനന്ദിപ്പാൻ സഹായിക്കണമേ. ഞങ്ങളിൽ ഒരു പുതുക്കത്തിൻ്റെ ആത്മാവിനെ തന്ന് ഞങ്ങളെ ബലപ്പെടുത്തണമേ. ബലഹീനദാസന നടിയനെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. വചനം ഘോഷിപ്പാൻ ആവശ്യമായ ദൈവകൃപ പകരണമേ. പ്രാർത്ഥന ഘട്ടത്തിനായി സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോട് കേട്ടുത്തരമല്ലണമേ. ആമേൻ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ ആഴ്ചയിലും ദൈവത്തെ ആരാധിപ്പാനായിട്ട് ദൈവം നമുക്ക് അവസരം തന്നതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഓരോ ആഴ്ചകൾ കഴിയുമ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് ലോക്ക്ഡൗൺ നീട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെയും ദേവാലയങ്ങൾ തുറന്ന് ആരാധിക്കുവാനായിട്ടുള്ള അനുവാദം നമുക്ക് ലഭിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഈ ആധുനിക സൗകര്യങ്ങൾ ഉപയോഗിച്ച് ഇപ്രകാരം ഈ ആരാധന പ്രക്ഷേപണം ചെയ്യുവാനായിട്ട് ഇടയാകുന്നു. ഇതിനോട് സഹകരിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാവരെയും വലിയവനായ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നതുപോലെ ദേവാലയങ്ങൾ അടച്ചു കളഞ്ഞാലും നമുക്ക് വേണ്ടി വാതിൽ തുറക്കുന്ന വലിയവനായ ദൈവം നമ്മുടെ ഭവനങ്ങളെ ആലയങ്ങളാക്കി മാറ്റുന്നതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അനേക ഭവനങ്ങളിൽ ഈ ആരാധനയ്ക്കായിട്ട് ഒരുക്കത്തോടുകൂടെ ഈ ആരാധനയിൽ പങ്കെടുക്കുവാനായി ധാരാളം പേര് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അപ്രകാരം ആരാധനയിൽ പങ്കുചേർന്നുകൊണ്ടിരിക്കുന്നു. അവരെ എല്ലാവരെയും ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും ചെയ്യുന്നു. ഇന്ന് വിദ്യാർത്ഥി ഞായറാഴ്ചയായിട്ട് കൂടെ ആചരിക്കുകയാണ്. ജൂൺ മാസം 1-ാം തീയതി മുതൽ സ്കൂളുകളെല്ലാം തുറന്ന് പ്രവർത്തിക്കുവാനായിട്ട് ഗവൺമെൻറ് ഓർഡർ നൽകി. അതനുസരിച്ച് ജൂൺ മാസം 1-ാം തീയതി ഓൺലൈനിലൂടെ കുട്ടികൾക്ക് ക്ലാസ്സുകൾ ആരംഭിക്കുവാനായിട്ട് ഇടയായി. ഇനിയും 7-ാം തീയതി മുതലാണ് കുട്ടികളുടെ ക്ലാസ്സുകൾ പൂർണ്ണമായും ആരംഭിക്കുന്നത്. അതുകൊണ്ട് സ്കൂളിൽ കടന്നു പോകാൻ കഴിയുന്നില്ലെങ്കിലും ഉന്നത ക്ലാസ്സുകളിലേക്ക് സ്ഥാനക്കയറ്റം കിട്ടിയ കുട്ടികൾ എല്ലാവരെയും വലിയവനായ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ കുഞ്ഞുങ്ങൾക്കും പുതിയ വിദ്യാഭ്യാസ വർഷം അനുഗ്രഹമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും ചെയ്യുന്നു. ഈ നാളുകളിൽ പുത്തനുടുപ്പും പുത്തൻ കുടകളും ഒക്കെയായിട്ട് ബാഗുമൊക്കെയായിട്ട് നമ്മൾ സ്കൂളിൽ കടന്നു പോകേണ്ടതാണ്. എന്നാൽ നമുക്ക് അതിന് സാധിക്കുന്നില്ലെങ്കിലും ദൈവം നമുക്ക് നമ്മുടെ ഭവനത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ പഠിക്കുവാനുള്ള ക്രമീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. അത് ഉപേക്ഷയായിട്ട് വിചാരിക്കാതെ എല്ലാ കുഞ്ഞുങ്ങളും ആ ക്ലാസ്സിൻ്റെ സമയമാകുമ്പോൾ ആ ചാനലിൻ്റെ മുമ്പിലിരുന്ന് അത് പഠിക്കുകയും അതുപോലെ തന്നെ അധ്യാപകർ പറഞ്ഞു തരുന്നതായിരിക്കുന്ന പാഠങ്ങൾ അത് മനസ്സിലാക്കി അത് എഴുതി എടുക്കുകയും അത് പഠിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇനിയുള്ള കാലഘട്ടങ്ങളിൽ നമുക്ക് പ്രവചിക്കുവാനായിട്ട് സാധ്യമല്ല. എത്രമാത്രം സ്കൂളുകളിലും കോളേജുകളിലും നമുക്ക് പോയി പഠിക്കുവാൻ സാധിക്കും എന്നുള്ളതിനെപ്പറ്റി സംശയമാണ്. ഏതായാലും ഈ കൊറോണയുടെ കാലഘട്ടം കഴിയുമ്പോൾ ദൈവം അതിനൊരവസരം തരും എന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുകയാണ്. ആ അവസരം നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മുടെ ഭാഗത്തു നിന്ന് നമ്മൾ ചെയ്യേണ്ടതായിരിക്കുന്ന കടമകൾ നമ്മൾ നിർവഹിക്കണം. ഈ രോഗം പടരാതിരിക്കുവാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ കൈകൾ എപ്പോഴും ശുചിയാക്കി സൂക്ഷിക്കണം, മാസ്ക് ധരിക്കണം. അതുപോലെ തന്നെ 2 മീറ്റർ അകലം പാലിച്ച് നിന്ന് സംസാരിക്കുവാനായിട്ട് ഇടയാകും. ഇതൊക്കെ നാം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും രോഗം നമ്മളിൽ നിന്ന് അകന്നു പോവുകയും നമുക്ക് ശുഭകരമായ ഒരു ദിനം ലഭിക്കുകയും ചെയ്യും എന്ന് ഞാൻ പ്രത്യാശിക്കുകയാണ്. നിങ്ങളെ എല്ലാവരെയും അതിനായിട്ട് ഞാൻ ആഹ്വാനം ചെയ്യുകയും ചെയ്യുന്നു. ഉയരത്തിൽ നിന്ന്
ജ്ഞാനം പ്രാപിക്കുക എന്നുള്ളതാണ് ഈ വിദ്യാർത്ഥി ഞായറാഴ്ച നിങ്ങൾക്ക് നൽകുവാനുള്ള സന്ദേശം. ഉയരത്തിൽ നിന്ന് ജ്ഞാനം. അറിവും ജ്ഞാനവും തമ്മിൽ വ്യത്യാസമുണ്ട്. ശലോമോനോട് ദൈവം ചോദിച്ചപ്പോൾ ശലോമോൻ പറഞ്ഞത്, എനിക്ക് ജ്ഞാനം തന്നാൽ മതിയെന്നാണ്. അങ്ങനെ ശലോമോന് കിട്ടിയ അനുഗ്രഹമാണ് ജ്ഞാനം. ജ്ഞാനമെന്ന് പറയുന്നത് യഹോവ ഭക്തിയിലൂടെയാണ് നമുക്ക് ലഭിക്കുന്നത്. വചനം പറയുന്നത് യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു. അപ്പോൾ ദൈവത്തിലുള്ള ഭക്തി നമ്മൾ മുറുകെ പിടിക്കുമ്പോഴാണ് നമുക്ക് ജ്ഞാനം ലഭിക്കുവാനായിട്ട് ഇടയാകും. ഇന്നൊന്നാം പാഠം വായിച്ചപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കാണും, അവിടെ 2 സ്ത്രീകൾ ജീവനുള്ള ഒരു കുഞ്ഞിന് വേണ്ടി ശലോമോൻ്റെ മുമ്പിൽ വരികയാണ്. അവരവിടെ നിന്ന് വാദിക്കുകയാണ്. ഒരു അമ്മയുടെ കുട്ടി മരിച്ചുപോയി, മറ്റേ അമ്മയുടെ കുട്ടി ജീവനോടെ ഉണ്ട്. അപ്പോൾ ഈ 2 സ്ത്രീകൾ തമ്മിലുള്ള വാദം എന്തെന്ന് ചോദിച്ചാൽ, ഈ ജീവനോടിരിക്കുന്ന കുട്ടി എൻ്റേതാണ് എന്ന് 2 പേരും വാദിച്ചുകൊണ്ടിരിക്കുകയാണ്. 2 പേരും പറയുന്നു ഈ ജീവനുള്ള കുട്ടി എൻ്റേതാണ്. അപ്പോൾ യഥാർത്ഥ അമ്മയെ തിരിച്ചറിയാനായിട്ട് കഴിയാത്ത ഒരു സാഹചര്യമാണ്. അങ്ങനെയാണ് അവർ ശലോമോൻ്റെ അടുക്കിലേക്ക് ചെന്നത്. ശലോമോൻ്റെ അടുക്കൽ ചെന്നപ്പോൾ ശലോമോൻ പറഞ്ഞു, ഒരു വാൾ കൊണ്ടുവരട്ടെ. ആ വാൾ കൊണ്ടുവന്ന് ഈ ജീവനുള്ള കുട്ടിയെ 2ആയിട്ട് പിളർന്നിട്ട് ഒരു പകുതി ഒരാൾക്കും മറ്റേ പകുതി മറ്റേ ആളിനും കൊടുക്കുവാനായിട്ട് തീരുമാനിച്ചു. നിങ്ങൾക്കറിയാം, ജീവനുള്ള കുട്ടിയുടെ സ്വന്തം അമ്മയ്ക്ക് അത് സഹിക്കുവാനായിട്ട് ഒരിക്കലും സാധിക്കത്തില്ല. തൻ്റെ കുഞ്ഞിനെ വെട്ടിപ്പുലർത്തുന്നത് കാണുവാൻ ഒരമ്മയ്ക്ക് നോക്കി നിൽക്കുവാനായിട്ട് സാധ്യമല്ല. അതുകൊണ്ട് യഥാർത്ഥ അമ്മ പറഞ്ഞു, കുഞ്ഞിനെ എനിക്ക് വേണ്ട, പക്ഷേ എൻ്റെ കുഞ്ഞിനെ കൊല്ലാതിരുന്നാൽ മതി. ആ കുഞ്ഞിനെ മറ്റേ സ്ത്രീക്ക് കൊടുത്തു, എനിക്ക് ആ കുഞ്ഞിനെ വേണ്ട, പക്ഷേ ആ കുഞ്ഞിൻ്റെ ജീവൻ അപഹരിക്കരുത് എന്ന് പറഞ്ഞു. അപ്പോൾ ശലോമോന് മനസ്സിലായി, ഈ കുട്ടിയുടെ യഥാർത്ഥ അമ്മയാണ് എന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഉടനെ തന്നെ രാജാവ് പറഞ്ഞു, ഈ കുട്ടിയെ അതിൻ്റെ സ്വന്തം അമ്മയായ സ്ത്രീക്ക് നൽകുവാനായിട്ട്. ഇങ്ങനെ ബുദ്ധിപരമായ ഒരു തീരുമാനം എടുക്കുവാൻ ശലോമോന് കഴിഞ്ഞത് ദൈവത്തിങ്കൽ നിന്നും പ്രാപിച്ചതായിരിക്കുന്ന ജ്ഞാനം മൂലമാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിജയിക്കണമെങ്കിൽ നമുക്ക് ജ്ഞാനം ആവശ്യമാണ്. എല്ലാത്തിനെ പറ്റിയും നമുക്ക് ജ്ഞാനമുണ്ടായിരിക്കണം. ഏതൊരു കാര്യവും കൃത്യമായി നമുക്ക് ചെയ്യണമെങ്കിൽ ആ കാര്യത്തെപ്പറ്റി നമുക്ക് ജ്ഞാനമുണ്ടാകണം. എങ്ങനെയാണ് ആ ജ്ഞാനം നമുക്ക് ലഭിക്കുന്നത്? പുസ്തകത്തിലൂടെ ആ ജ്ഞാനം നമുക്ക് ലഭിക്കുമോ? ആരുടെയെങ്കിലും സംസാരത്തിലൂടെ ആ ജ്ഞാനം നമുക്ക് ലഭിക്കുമോ? അതിലൂടെയൊക്കെ നമുക്ക് അറിവ് ലഭിക്കുവാനായിട്ടിടയാകും. പക്ഷേ യഥാർത്ഥമായ ജ്ഞാനമെന്ന് പറയുന്നത് ദൈവഭക്തിയിലൂടെ മാത്രം ലഭിക്കുന്നതാണ്. യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകും. അപ്പോൾ ദൈവത്തോടുള്ള ഭക്തി നമ്മൾ മുറുകെ പിടിക്കുമ്പോൾ മാത്രമേ നമുക്ക് ജ്ഞാനമുള്ളവരായി തീരുവാനായിട്ട് സാധിക്കത്തുള്ളൂ. തീർച്ചയായിട്ടും ഈ ഒരു ജ്ഞാനം ആഗ്രഹിക്കാത്ത ആരും തന്നെ ഭൂമിയിലുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാവർക്കും ആവശ്യമാണ് ജ്ഞാനം. ആ ജ്ഞാനം പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്ന, പ്രത്യേകിച്ച് സ്കൂളുകളിൽ പഠിക്കുവാൻ പോകുന്ന, കോളേജുകളിൽ പഠിക്കാൻ പോകുന്ന എൻ്റെ കുഞ്ഞുങ്ങളോട് എനിക്ക് ഓർമ്മിപ്പിക്കുവാനായിട്ടുള്ളത്, നിങ്ങൾക്ക് അറിവും ഉണ്ടാകണം, നിങ്ങൾക്ക് ജ്ഞാനവും ഉണ്ടാകണം. അറിവുണ്ടാകുവാൻ നിങ്ങൾ ഗുരുമുഖത്തു നിന്ന് പഠിക്കുക, അധ്യാപകർ പഠിപ്പിക്കുന്നത് നിങ്ങൾ പഠിക്കുക, അപ്പോൾ നിങ്ങൾക്ക് അറിവുണ്ടാകും. എന്നാൽ നിങ്ങൾക്ക് ജ്ഞാനമുണ്ടാകണമെങ്കിൽ നിങ്ങൾ ദൈവഭക്തി ഉള്ളവരായി ജീവിക്കുവാനായിട്ട് കഴിയണം. ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ജ്ഞാനം പ്രാപിക്കുവാനായിട്ട് സാധിക്കുന്നു. യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങളാണല്ലോ ഇന്ന് നമ്മൾ 2-ാം പാഠമായിട്ട് വായിച്ചത്. അവിടെയുള്ള 1-2 വിഷയങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവന്ന് ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കാം. അതിൻ്റെ 3-ാമത്തെ വാക്യം ഇങ്ങനെയാണ് തുടങ്ങുന്നത്: നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന
സ്ഥിരത ഉളവാക്കുന്നു എന്നറിഞ്ഞ് അത് അശേഷം സന്തോഷം എന്ന് എണ്ണുകയും. മനുഷ്യൻ്റെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ നേരിടുന്ന ഒരു അവസ്ഥയാണ് പരീക്ഷ എന്നുള്ളത്. സ്കൂളുകളിൽ കുട്ടികൾ എഴുതുന്ന പരീക്ഷയല്ല. നമ്മുടെ ജീവിതത്തിൽ ധാരാളം ട്രയൽസ് ഉണ്ടാകും. അതിനെയാണ് ഞാൻ പരീക്ഷ എന്ന് ഉദ്ദേശിക്കുന്നത്. എക്സാമിനേഷൻ അല്ല. നമ്മുടെ ജീവിതത്തിൽ ധാരാളം ടെംപ്റ്റേഷൻസ് ഉണ്ടാകും. അതാണ് പരീക്ഷ. ധാരാളം പ്രലോഭനങ്ങളുണ്ടാകും. അതാണ് പരീക്ഷ. ഇപ്പം എല്ലാ മനുഷ്യരിലും ഇതുപോലെയുള്ളതായിരിക്കുന്ന പരീക്ഷകൾ വരുമ്പോൾ യേശുക്രിസ്തുവിനെ പിശാച് പരീക്ഷിച്ചത് വിശന്നിരിക്കുന്ന സമയത്ത് യേശുവിനോട് വന്ന് പറഞ്ഞത്, നിന്നെ നല്ലവണ്ണം വിശക്കുന്നില്ലേ? നീ ഇങ്ങനെ പട്ടിണി ഇടിക്കേണ്ട കാര്യം എന്താണ്? നീ ദൈവപുത്രനല്ലയോ? ഈ കല്ലുകളെ അപ്പമാക്കി നിനക്ക് ഭക്ഷിച്ചാൽ എന്താ കുഴപ്പം? അതുകൊണ്ട് നീ ദൈവപുത്രനാണെങ്കിൽ നീ കല്ലുകളെ അപ്പമാക്കി കഴിക്കാൻ പറഞ്ഞു. അതൊരു വലിയ പ്രലോഭനമാണ്. അത് യേശുക്രിസ്തുവിൻ്റെ മേൽ വന്ന വലിയ പ്രലോഭനമാണ്. പക്ഷേ കർത്താവ് ആ പ്രലോഭനത്തെ അതിജീവിച്ചത് എങ്ങനെയാണെന്ന് നാം മനസ്സിലാക്കണം. കർത്താവ് ആ പ്രലോഭനത്തെ അതിജീവിച്ചത് ദൈവവചനത്തിലൂടെയാണ്. അതാ ഞാൻ മുമ്പേ പറഞ്ഞത്, യഹോവയിലുള്ള ഭക്തി, തൻ്റെ പിതാവായ ദൈവത്തിലുള്ള ഭക്തി, തൻ്റെ പിതാവ് തന്നോട് അരുളി ചെയ്ത വചനത്തിലുള്ള ആ ശക്തി ഉപയോഗിച്ചാണ് കർത്താവായ യേശുക്രിസ്തു പ്രലോഭനത്തെ അതിജീവിക്കുവാനായിട്ടിടയായത്. കർത്താവ് പറഞ്ഞു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ടും ജീവിക്കുന്നു. പിശാചിനെ സംബന്ധിച്ചിടത്തോളം അതൊരു പുതിയ അറിവായിരുന്നു. പിശാച് വിചാരിച്ചിരുന്നത് താൻ പറയുമ്പോൾ തന്നെ കർത്താവ് ഈ കല്ലിനെ അപ്പമാക്കി അതിനെ ഭക്ഷിച്ച് തൻ്റെ വിശപ്പടക്കുമെന്നായിരുന്നു. അങ്ങനെയാണെങ്കിൽ താൻ പറഞ്ഞത് അനുസരിച്ചു എന്ന് പറഞ്ഞ് പിശാചിന് ഒരുപക്ഷെ കൊട്ടിഘോഷിക്കാൻ കഴിയുമായിരുന്നു. പക്ഷേ ആ പ്രലോഭനത്തെ നമ്മുടെ കർത്താവ് അതിജീവിച്ചത് ദൈവവചനം കൊണ്ട് തന്നെയാണ്. ദൈവവചനം അവിടെ ഉപയോഗിക്കുവാനായിട്ടിടയായി. അവിടെ ഉപയോഗിച്ചത് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ടും ജീവിക്കുന്നുവെന്ന് നീ അറിയുന്നുവല്ലോ എന്നാ പറഞ്ഞത്. അതായത് ന്യായപ്രമാണത്തിൽ അങ്ങനെ എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞ് പിശാചിൻ്റെ പ്രലോഭനങ്ങളിൽ നിന്നും രക്ഷ നേടുകയാണ്. എന്നെ കേൾക്കുന്ന ആ ദൈവജനത്തോട് ഞാൻ ഓർപ്പിക്കട്ടെ, നമ്മുടെ ജീവിതത്തിൽ ധാരാളം പ്രലോഭനങ്ങളുണ്ടാകും. പ്രത്യേകിച്ച് ഈ നാളുകളിൽ ഈ പ്രലോഭനങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യൻ ഒരു വലിയ ഞെരുക്കത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. ഈ സാഹചര്യത്തിൽ നമ്മൾ നമ്മുടേതായ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി എന്നുള്ള ഒരു പ്രലോഭനം നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സ്വന്തപ്പെട്ടവരും വേണ്ടപ്പെട്ടവരുമൊക്കെ രോഗബാധിതരായി മാറുമ്പോൾ അവിടെ നാം നമ്മെപ്പറ്റിയാണ് ചിന്തിക്കുന്നത്. നാം എങ്ങനെ രക്ഷപ്പെടാൻ സാധിക്കും എന്നാണ് നാം ചിന്തിക്കുന്നത്. അതൊരു വലിയ പ്രലോഭനമാണ്. ഈ നാളുകളിൽ മനുഷ്യൻ നേരിടുന്ന ഏറ്റവും വലിയ പരീക്ഷയാണത്. എങ്ങനെ ഈ പരീക്ഷയെ നമുക്ക് അതിജീവിക്കുവാനായിട്ട് സാധിക്കും? പലപ്പോഴും ആ മരിച്ചയാളിൻ്റെ മുഖം പോലും ഒന്ന് കാണാൻ കഴിയാത്ത സാഹചര്യം ഇന്ന് നിലനിൽക്കുകയാണ്. എല്ലാവർക്കും മരണഭയമുണ്ട്. രോഗം വന്നാൽ തീർച്ചയായിട്ടും മരണത്തിലേക്ക് അത് നയിക്കാൻ സാധ്യതയുണ്ടെന്നുള്ള ഭയം മനുഷ്യനെ അലട്ടിക്കൊണ്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ആ പ്രലോഭനങ്ങളിൽ സ്വയത്തെ ആശ്രയിക്കുന്നതിൽ തെറ്റു പറയുവാനായിട്ട് നമുക്ക് സാധിക്കത്തുമില്ല. എന്നാൽ ദൈവവചനപ്രകാരം നാം ചിന്തിക്കുമ്പോൾ അവിടെ നമ്മൾ പരാജയപ്പെടുകയാണ്. നമ്മൾ സ്വാർത്ഥമായി ചിന്തിക്കുന്നതിലൂടെ അവിടെ നമ്മൾ പരാജയപ്പെടുകയാണ്. ലോകം മുഴുവൻ അവിടെ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാനോ നിങ്ങളോ മാത്രമല്ല, ലോകത്തിലുള്ളതായിരിക്കുന്ന സകല മനുഷ്യരും. നിങ്ങൾ പത്രങ്ങളിലൊക്കെ വായിച്ചല്ലോ, ഗംഗാ നദിയിലൂടെ ശവങ്ങളിങ്ങനെ ഒഴുക്കി വിടുകയാണ്. നദിയുടെ തീരത്ത് ചുമ്മാതെ മണ്ണ് മാറ്റിയിട്ട്
ആ മണലൊന്ന് ചകഞ്ഞു മാറ്റിയിട്ട് അതിനകത്ത് കൊണ്ടുവന്ന് ഈ മൃതശരീരങ്ങളിട്ട് ഈ മണലിട്ട് മൂടുകയാണ്. കുറേ ദിവസങ്ങൾ കഴിയുമ്പോൾ ആ മൃതശരീരം പട്ടികൾ വന്ന് മാന്തി പുറത്തെടുത്തിടുന്ന സാഹചര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ഞാനിത് ഓർമ്മിപ്പിക്കുന്നത്, ഇത്തരം സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് നമ്മൾ ആലോചിച്ച് നോക്കിയാൽ അതിൻ്റെ അടിസ്ഥാനപരമായ ഒരു വസ്തുതയിലേക്ക് നമ്മൾ മുഖം തിരിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് എല്ലാ മനുഷ്യരും അവരവരുടെ ജീവൻ രക്ഷിക്കണമെന്നുള്ള ചിന്തയിലുള്ള ഓട്ടത്തിലാണ്. എന്നാൽ ദൈവവചനം യാക്കോബിൻ്റെ ലേഖനത്തിലൂടെ നമ്മളോട് പറയുകയാണ്, നിങ്ങൾ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള പ്രലോഭനങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നുവെന്നറിഞ്ഞ് അത് അശേഷം സന്തോഷം എന്ന് എണ്ണുവീൻ എന്നാണ്. അപ്പോൾ പരീക്ഷകളിലൂടെ കടന്നു പോകുമ്പോൾ, പ്രലോഭനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ വിശ്വാസത്തിന് സ്ഥിരതയുണ്ടാകണം. നമുക്ക് പ്രലോഭനങ്ങളെ നമ്മൾ നേരിടുകയും ചെയ്യുന്നുണ്ട്. വിശ്വാസത്തിൽ നമ്മൾ സ്ഥിരപ്പെടുന്നുണ്ടോ എന്നുള്ളതും സംശയമാണ്. അപ്പോൾ വിശ്വാസത്തിൽ നമുക്ക് സ്ഥിരതയുണ്ടാകുവാനായിട്ട് സാധിക്കും. വിശ്വാസത്തിൽ നമുക്ക് സ്ഥിരതയുണ്ടാകുവാൻ കഴിയണമെങ്കിൽ ഞാൻ മുമ്പേ സൂചിപ്പിച്ചതുപോലെ ദൈവവചനത്തിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഈ പരീക്ഷകളൊക്കെ വരുമ്പോൾ എൻ്റെ നിങ്ങളുടെ വിശ്വാസം സ്ഥിരപ്പെടുത്തുവാൻ ദൈവം ഒരുക്കിയ വഴികളാകുന്നു എന്ന് മാത്രം ചിന്തിക്കുക. കർത്താവിൻ്റെ പരിശോധന വന്നപ്പോൾ ദൈവത്തിൽ കൂടുതൽ ആശ്രയിക്കുവാനായിട്ടിടയായി, വിശ്വാസം സ്ഥിരപ്പെടുവാനായിട്ടിടയായി. നമ്മളിലുള്ള വിശ്വാസം സ്ഥിരപ്പെടുവാനുള്ള ഒരു മുഖാന്തരമായിട്ട് ഇതിനെ കാണുകയും ദൈവവചന ധ്യാനത്തിനും ദൈവവേലയ്ക്ക് വേണ്ടി സമർപ്പിക്കുവാനും ദൈവ ആരാധനയ്ക്ക് സമയം കണ്ടെത്തുവാനും കുടുംബ പ്രാർത്ഥനയിൽ കൂടുതൽ ശ്രദ്ധിക്കുവാനും കുടുംബത്തിലുള്ള പ്രിയപ്പെട്ടവരെയെല്ലാം ചേർത്ത് നിർത്തി അവരുമായി ഒന്നിച്ചുള്ള കൂട്ടായ്മ ആചരിപ്പാനും ഈ അവസരം ദൈവം നമുക്ക് ദാനമായി തന്നിരിക്കുന്നുവെന്ന് ഓർത്ത് ആ ഉത്തരവാദിത്വം നിർവഹിക്കാൻ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അതിനായി നമുക്ക് നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോടുകൂടെ ഇരിക്കുമാറാകട്ടെ. ഇപ്പോൾ പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവായ ത്രിയേക ദൈവത്തിന് സകല ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കട്ടെ. ആമേൻ. നമുക്ക് നമ്മുടെ വിശ്വാസ പ്രമാണം ചേർന്നുവെല്ലാം. അപ്പോസ്തോലിക വിശ്വാസ പ്രമാണം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ചവനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവൻ്റെ പുത്രനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. അവൻ പരിശുദ്ധാത്മാവിനാൽ കന്യമറിൽ പാതിക്കപ്പെട്ട് ജനിച്ച് പുതിയോസ് പിലാത്തോസിൽ ക്രൂശിക്കപ്പെട്ട് അവൻ പാതാളത്തിലേക്ക് ഇറങ്ങി 3-ാം ദിവസം മരിച്ചവന് പിന്നെ ഉയർത്തെഴുന്നേറ്റു. അവൻ സ്വർഗ്ഗത്തിലേക്ക് കയറി സർവശക്തി പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ അവൻ ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായം വിധിപ്പാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കാതോലിക സഭയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപമോചനത്തിലും ശരീരത്തിലും പുനരുത്ഥാനത്തിലും നിത്യജീവനിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. നിന്റെ നാമം വിശദീകരിക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കടക്കാരുടെ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നുവല്ലോ. പെന്തക്കോസ്തിന് പിൻപ് 2-ാം ഞായറാഴ്ചത്തേക്കുള്ള അപേക്ഷ. വിദ്യാർത്ഥി ഞായർ. ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം. ജ്ഞാനത്തിൻ്റെ ഉറവയും സത്യാന്വേഷകരുടെ ലക്ഷ്യവുമായ ദൈവമേ, ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ബുദ്ധിക്കായും അന്വേഷണ കൗതുകത്തിനായും പരിചിന്തനത്തിനുള്ള പ്രാപ്തിക്കായും ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ദൈവത്തിന് മാത്രം തരാൻ കഴിയുന്ന
ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനത്തെ അന്വേഷിക്കാനും കണ്ടെത്താനും ഞങ്ങളെ സഹായിക്കണമേ. അങ്ങനെ ഈ ലോക ജീവിതത്തിലുണ്ടാകാവുന്ന തിന്മകളെയും പരീക്ഷകളെയും അതിജീവിച്ച് ജയം നേടാൻ ഞങ്ങളെ സഹായിക്കണമേ. യഥാർത്ഥ ജ്ഞാനം ദൈവത്തെ അറിയുന്നതാണെന്നും എല്ലാ സത്യാന്വേഷണത്തിൻ്റെയും ലക്ഷ്യം അതുതന്നെയാണെന്നും ഞങ്ങൾ തിരിച്ചറിയുന്നു. ആ സത്യം കണ്ടെത്തുന്നതിലൂടെ ഞങ്ങൾ രൂപാന്തരപ്പെട്ട് ജയജീവിതം നയിപ്പാനിടയാക്കണമെന്ന് നിന്നോട് പരിശുദ്ധാത്മാവിനോടും കൂടെ ഏകതയുമായി എന്നും ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ആമേൻ. എല്ലാവർക്കും ഇരിക്കാം. ഇപ്പോൾ പ്രാർത്ഥനകൾക്കുള്ള സമയമാണ്. ജന്മദിന സ്തോത്രം ആചരിക്കുന്നവർക്ക് അവരവരായിരിക്കുന്ന സ്ഥാനത്ത് ദൈവസന്നിധിയിലെ തലകളെ വണക്കാം. ദൈവത്തിൻ്റെ കൃപ നിങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ. ഈ ആഴ്ചയിൽ ജന്മദിനം കൊണ്ടാടുന്ന എല്ലാവരെയും ഈ സമയം ഞാൻ ഓർക്കുന്നു. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞ ഞായറാഴ്ച മുതൽ ഇന്ന് വരെയുള്ള ബർത്ത്ഡേ ഉള്ള ആൾക്കാരുടെ പേരുകളാണ് ഞാൻ വായിക്കുന്നത്. സീന ബിജു ചിലമ്പത്ത്, ജോൺ പി മാത്യു പുളിമൂട്ടിൽ മറ്റത്തിൽ, ബിനു ജോർജ് പുളിമൂട്ടിൽ, ആൻ മറിയ സജി പാറയിൽ, ഐസക് ചാക്കോ പുതുച്ചിറ, ടി എം സൈമൺ തൈപ്പറമ്പിൽ, ജെറ്റി ചാക്കോ കുന്നൽ പുന്നയ്ക്കൽ ചുങ്കം, എൽസ ബച്ചൻ മാത്യു മൂലയിൽ, രജനി മനോജ് മൂലയിൽ, സാജ് മോഹൻ വല്യോടിത്തറ, ബെറ്റിന റേച്ചൽ അനിൽ ഡിലൈറ്റ് ഹോം, അജു മർക്കോസ് ചേരിക്കൽ കൊച്ചുപറമ്പിൽ, ആൻസി അജു ചേരിക്കൽ കൊച്ചുപറമ്പിൽ, ജോബി ഡേവിഡ്സൺ കാവുങ്കത്തറ, സിന്ധു നെൽസൺ കൊച്ചുപറമ്പിൽ, ബിന്ദു സുരേഷ് പ്ലാപ്പറമ്പിൽ, ജോൺ വി മാത്യു വാലുങ്കൽ, എൻ വി ജോസഫ് നടുപ്പറമ്പിൽ, ജോൺ പൗലോസ് ബാബുരാജ് പുല്ലാപ്പള്ളിൽ, ബിൻസി ബൈജു ചേരിക്കൽ കൊച്ചുപറമ്പിൽ, അഭിഷേക് മാത്യു അജു ചേരിക്കൽ കൊച്ചുപറമ്പിൽ, ദീപക് രാജു ഐസക് കാവുങ്കത്തറ, ജോസ് ചാക്കോ കൈതത്തറ പുളിക്കത്തോപ്പിൽ, മാത്യു ഡേവിഡ് കുന്നേൽ പുന്നയ്ക്കൽ ചുങ്കം, ഷീബ തോമസ് മൂലയിൽ, അലീന മെറിൻ വിൽസൺ തോപ്പിൽ, ലൗലി സ്റ്റീഫൻ തൈപ്പറമ്പിൽ, ചാക്കോ യോഹനാൻ പുതുച്ചിറ, ദിലീപ് ജോയ് മാത്യു കണ്ണമ്പടം, രാജേഷ് ചാക്കോ മടുക്കാനിയിൽ, ആലീസ് ഔസഫ് കണ്ണമ്പടം, ഡാൻ പീറ്റ് പ്രേംജി കുന്നുംപുറത്ത്, സെബ എൽസ ജോസഫ് ഒഴുകയിൽ, സിയാൻ ഷാജി ദേവ് SRS, ജിയ ഗ്രേസ് അജേഷ് പറയൻമൂലയിൽ. ഇവരാണ് ഈ കഴിഞ്ഞ ഒരാഴ്ചയിൽ ജന്മദിനം ആഘോഷിച്ചവർ. അവർക്ക് ഈ സമയത്ത് അവരവരായിരിക്കുന്ന സ്ഥാനങ്ങളിൽ ദൈവത്തെ മഹത്വപ്പെടുത്താം. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തോത്രം. ജന്മദിനം കൊണ്ടാടുന്ന നിൻ്റെ മക്കളെ എല്ലാം പേരുപേരായി തിരുക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ദൈവമേ, ആലയത്തിൽ കടന്നു വന്ന് മുട്ടുകുത്തുവാൻ പ്രിയ മക്കൾക്ക് കഴിയുന്നില്ലല്ലോ നാഥ. ഞങ്ങളുടെ ജന്മദിനത്തിൽ ദൈവസന്നിധിയിൽ കടന്നു വന്ന് ഞങ്ങളെ തന്നെ ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾ വളരെ ആഗ്രഹിക്കുന്നു നാഥ. എങ്കിലും നീ ഞങ്ങൾക്കത് മുടക്കം വരാതെ അവസരമൊരുക്കിയതിനായി നന്ദിയോടെ സ്തോത്രം. ദൈവമേ, നിൻ്റെ മക്കൾക്ക് ആയുസ്സും ആരോഗ്യം ബലവും ജ്ഞാനവും വിവേകവും ബുദ്ധിയും എല്ലാം അവിടുന്ന് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നീ അവർക്ക് കൊടുത്തിരിക്കുന്ന എല്ലാ നന്മകൾക്കായി നന്ദിയോടെ സ്തോത്രം. തുടർന്ന് കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ വിധങ്ങളെ ഓർത്ത് നന്ദി അർപ്പിക്കുന്നു. കൃപയിൽ പൊതിയണമേ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരമല്ലണമേ. ആമേൻ. ഈ കഴിഞ്ഞ ആഴ്ചയിൽ വിവാഹ വാർഷികം കൊണ്ടാടിയ അവരുടെ പേരുകൾ വായിക്കുകയാണ്. അവർക്കും അവരായിരിക്കുന്ന സ്ഥാനങ്ങളിൽ ദൈവത്തെ ആരാധിക്കുവാനായിട്ട് ഒരുങ്ങുകയും ചെയ്യാം. മിസ്റ്റർ ആൻഡ് മിസ്സസ് KM സുരേഷ് ആൻഡ് ബിന്ദു സുരേഷ് പ്ലാപ്പറമ്പിൽ, സാബു PM ആൻഡ് അന്നമ്മ സാബു പുത്തൻപറമ്പിൽ, രാജൻ P ജോസഫ് ആൻഡ് അന്നക്കുട്ടി രാജൻ പുത്തൻപറമ്പിൽ. ഇവരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവെ, കുടുംബ ജീവിതത്തിൻ്റെ മഹാത്മ്യം അനുഭവിച്ചറിയുവാൻ തക്കവണ്ണം പ്രിയമക്കളുടെ ജീവിതത്തിൽ അവിടുന്ന് അവസരമൊരുക്കിയതിനായി സ്തോത്രം. കുടുംബ ജീവിതം
ഏറ്റവും ശ്രേഷ്ഠമായ ജീവിതമാകുന്നുവെന്ന് അനുഭവത്തിലൂടെ അനുഭവിച്ചറിയുവാൻ പ്രിയ മക്കളെ നീ സഹായിച്ചല്ലോ നാഥ. കുടുംബം അവിടുത്തെ വകയാകിയ നന്ദിയോടെ സ്തോത്രം. അവിടുന്നാണല്ലോ നിൻ്റെ മക്കളെ കൂട്ടിച്ചേർത്തത്. അവരെടുത്ത ഉടമ്പടികളും പ്രതിജ്ഞകളും ജീവിതത്തിൻ്റെ അന്ത്യം വരെ കാത്തു സൂക്ഷിപ്പാൻ നിൻ്റെ മക്കളെ സഹായിക്കണമേ. ഒരുക്കിയ എല്ലാ നന്മകൾക്കായി സ്തോത്രം. കൃപ കൂടെ ഇരിക്കണമേ. പ്രാർത്ഥന ഘട്ടത്തിനായി സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഈ സമയത്തെ പ്രത്യേക പ്രാർത്ഥനയ്ക്കായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. സ്നേഹവാനായ ഞങ്ങൾ വാഴ്ത്തപ്പെട്ട സ്വർഗീയ നല്ല പിതാവേ, ജീവിതത്തിൽ ഞങ്ങൾ അനുഭവിച്ച നന്മകൾക്കായി നന്ദിയോടെ സ്തോത്രം. നിന്നെ സ്തുതിപ്പാൻ അനവധിയാകുന്ന അനുഭവങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ നീ തന്നതിനായി നന്ദിയോടെ സ്തോത്രം. രോഗത്തിൽ നിന്നുള്ള വിടുതൽ തന്നതിനായി നന്ദിയോടെ സ്തോത്രം. ദൈവമേ, ഞങ്ങളുടെ കാലിനെ കല്ലിൽ തട്ടിപ്പോകാതെ അവിടുന്ന് സുരക്ഷിതമായി കാത്തതിനായി നന്ദിയോടെ സ്തോത്രം. ദൈവമേ, ജോലി ലഭിപ്പാൻ നീ ഞങ്ങൾക്ക് അവസരം തന്നതിനായി നന്ദിയോടെ സ്തോത്രം. യാത്ര ചെയ്യുവാനുള്ള കൃപ തന്നതിനായി സ്തോത്രം. ദൈവമേ, ഞങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ വളർച്ചയിൽ നീ അവിടുന്ന് കൂടെ ഇരുന്നത് ഓർത്ത് നന്ദിയോടെ സ്തോത്രം. എല്ലാ നന്മകളാലും ഞങ്ങളെ നിറയ്ക്കണമേ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേട്ടുത്തരമല്ലേണമേ. ആമേൻ. ഇന്ന് 1-ാം ഞായറാഴ്ച കൂടെയാണല്ലോ. നമ്മളെല്ലാ ഞായറാഴ്ചയും ദശാംശം സമർപ്പിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എല്ലാ ഞായറാഴ്ചയും ദശാംശം സമർപ്പിക്കുവാനായിട്ടാണ് നാം ക്രമീകരണം ചെയ്യുന്നത്. ഇന്ന് ദശാംശം സമർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അവരവരായിരിക്കുന്ന സ്ഥാനങ്ങളിൽ ദശാംശം സമർപ്പിക്കുവാനായിട്ടുള്ള അവസരമാണ്. നമുക്ക് കുരിശിയിൽ പാട്ട് പാടിയതിന് ശേഷം ദശാംശം സമർപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സകല അനുഗ്രഹങ്ങളുടെയും ദാതാവായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ നല്ല പിതാവേ, അവിടുന്ന് നീ ഞങ്ങൾക്ക് തന്നിട്ടുള്ളതിൽ നിന്നും നല്ല മനസ്സോട് ദേവാലയത്തിൽ ദൈവവേലയ്ക്ക് വേണ്ടി, ദൈവസഭയുടെ സന്ധാരണത്തിന് വേണ്ടി ഞങ്ങളുടെ വരുമാനത്തിൻ്റെ 10-1 സമർപ്പിക്കുവാൻ കർത്താവ് ഞങ്ങൾക്ക് അവസരമൊരുക്കിയതിനായി നന്ദിയോടെ സ്തോത്രം. ദൈവമേ, ഞങ്ങൾക്ക് അധ്വാനിപ്പാനുള്ള ആരോഗ്യം തന്നു. അധ്വാനിച്ച് ധനം സമ്പാദിക്കാനുള്ള അവസരവും നീ ഞങ്ങൾക്ക് തന്നു. അതിൽ നിന്നും ദൈവവേലയ്ക്ക് വേണ്ടി മനസ്സോടെ കൊടുക്കുവാൻ, സന്തോഷത്തോടെ നൽകുവാൻ നീ ഞങ്ങളെ ബലപ്പെടുത്തുന്ന വലിയ കൃപയ്ക്കായി സ്തോത്രം. അവിടുത്തെ കൃപ ഞങ്ങളോട് കൂടെയിരിക്കണമേ. എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ. ഉള്ളം കൈ നിൻ്റെ കുഞ്ഞുങ്ങളെ വഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആകാശത്തിൻ്റെ കിളിവാതിലുകളെ തുറന്ന് മതിവരുവോളം നൽകി തരാമെന്ന് വാക്ക് പറഞ്ഞ കർത്താവേ, തിരുകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് സമർപ്പിക്കുന്ന നിൻ്റെ മക്കളുടെ ദാനങ്ങളെ സ്വീകരിക്കണമേ. കർത്താവെ, അവരുടെ കലത്തിലെ മാവ് കുറയുവാനോ കലശത്തിലെ എണ്ണ തീർന്നു പോകാനോ സമ്മതിക്കരുത് എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ. അനുസ്മരണ പ്രാർത്ഥനയ്ക്കുള്ള അവസരമാണ്. നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മെ വിട്ട് കടന്നുപോയി. അവർ നമ്മെ വിട്ട് കടന്നുപോയതിലുള്ള ഭാരവും വേദനയും നമുക്കുണ്ട്. എങ്കിലും അവരെ ആണ്ടിലൊരിക്കൽ ഓർക്കുവാനും അവരുടെ നല്ല ജീവിതത്തിൻ്റെ മാതൃകകളെ സ്വീകരിക്കുവാനും ദൈവം നമുക്ക് തരുന്ന അവസരത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ തലകളെ വണക്കാം. ആകയാൽ നാമം സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല പാപവും മുറുകെ പറ്റുന്ന ഭാരവും വിട്ട്
ഞങ്ങളുടെ മുമ്പിൽ വച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുവാൻ പിതാവേ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിന്നെ നോക്കിക്കൊണ്ട് ഓടുവാനുള്ള കൃപ നീ ഞങ്ങൾക്ക് തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങളെ വിട്ടു പിരിഞ്ഞു പോയവർ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തെ ഈ സമയം ഞങ്ങൾ ഓർക്കുന്നു, നിനക്ക് സ്തോത്രം അർപ്പിക്കുന്നു. ദൈവമേ, അവരിലൂടെ ഞങ്ങൾക്ക് പകർന്നു തന്ന വെളിച്ചത്തിനായി നന്ദിയോടെ സ്തോത്രം. നല്ല നല്ല മാതൃകകൾക്കായി നന്ദിയോടെ സ്തോത്രം. ദുഃഖത്തിനും ഭാരത്തിനുമായിരിക്കുന്ന കുടുംബാംഗങ്ങളെ അവിടുന്ന് ബലപ്പെടുത്തണമേ, കൃപയിൽ അവരെ പൊതിയണമേ. പ്രാർത്ഥന ഘട്ടത്തിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേട്ടുത്തരമല്ലേണമേ. ആമേൻ. നാം സമർപ്പിച്ചതായിരിക്കുന്ന ഈ കാഴ്ചകളൊക്കെ ദേവാലയത്തിൽ കടന്നു വരുന്ന സമയത്ത് ആലയത്തിൽ അത് കൊണ്ടുവന്ന് അടച്ച് അതിൻ്റെ രസീത് വാങ്ങിക്കുവാനായിട്ട് പ്രത്യേകിച്ച് ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കുന്നു. മറ്റൊരു കാര്യം ഓർപ്പിക്കുവാനായിട്ടുള്ളത്, സ്ത്രീജന സഖ്യത്തിൻ്റെ മെമ്പർഷിപ്പ് പുതുക്കുവാനായിട്ടുള്ള അവസരം വന്നിരിക്കുകയാണ്. ജൂൺ മാസം 30-ാം തീയതി വരെയാണ് മെമ്പർഷിപ്പ് പുതുക്കുവാനുള്ള അവസരം. 30 രൂപ മെമ്പർഷിപ്പ് ഫീസ് കൊടുത്ത് സ്ത്രീജന സഖ്യത്തിൽ അംഗങ്ങളായി അതിൻ്റെ പ്രവർത്തനങ്ങളിൽ പങ്കാളിത്തം വഹിക്കുവാൻ എല്ലാവരെയും ഈ സമയം ഞാൻ ഓർപ്പിക്കുന്നു. നമ്മുടെ ഇടവകയിലെ അഭ്യുദയകാംക്ഷികളായിരിക്കുന്ന ഏതാനും വ്യക്തികൾ കോവിഡ് ദുരിതം അനുഭവിക്കുന്നവർക്കും മറ്റ് പ്രയാസം അനുഭവിക്കുന്നവർക്കും വേണ്ടി അവർക്ക് ചെറിയ ഒരു സഹായം ചെയ്യുവാനായി പണം നൽകുകയും അതനുസരിച്ച് 71 ഭവനങ്ങൾക്ക് നമ്മൾ ഭക്ഷണ കിറ്റ് നൽകുവാനായിട്ട് ഇടയായി. 54,000 രൂപ ഇതുവരെ തിരിഞ്ഞു കിട്ടി. ആ തുക ഉപയോഗിച്ച് വിവിധങ്ങളായിരിക്കുന്ന സഹായങ്ങൾ ചെയ്യുവാനായിട്ടിടയായി. ഇതിനു വേണ്ടി ദാനം ചെയ്ത എല്ലാവരെയും വലിയവനായ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അവരുടെ ഈ പ്രവൃത്തി മറ്റുള്ളവർക്കും ഒരു പ്രചോദനമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിൻ്റെ ഗുണഭോക്താക്കളായി ഇത് ലഭിച്ചിട്ടുള്ളവർക്ക് ദൈവത്തിന് സ്തോത്രം അർപ്പിക്കാനുള്ള ഒരു അവസരമായി തീരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശമനുസരിച്ചുള്ള എല്ലാവിധമായ പ്രോട്ടോക്കോളും പാലിക്കുവാൻ എൻ്റെ സഭാജനങ്ങളോട് ഈ സമയത്ത് ഞാൻ ഓർപ്പിക്കുകയാണ്. വെളിയിലിറങ്ങി നടക്കാതെ ഭവനത്തിൽ തന്നെ ഇരിക്കുകയും നിങ്ങൾക്ക് കിട്ടുന്ന അവസരം വേദപുസ്തകം വായിക്കുവാനും വേദപുസ്തക ധ്യാനങ്ങൾ എഴുതുവാനും അവസരമുണ്ട്. നിങ്ങൾക്ക് വേദപുസ്തകം വായിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് കിട്ടിയ ചിന്തകൾ നിങ്ങൾക്ക് എഴുതി വെച്ചാൽ തീർച്ചയായിട്ടും അത് എന്നെ കൊണ്ടൊന്ന് കാണിച്ച് തിരുത്തലുകൾ വല്ലതും ഉണ്ടെങ്കിൽ വരുത്തി നിങ്ങളുടെ ജീവിതത്തിൽ അതൊരു അസറ്റായി മാറുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ക്രിയാത്മകമായ പ്രവർത്തികൾ ചെയ്യുവാൻ ദൈവം നിങ്ങളെ ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുങ്ങാം. ഇന്ന് മധ്യസ്ഥ പ്രാർത്ഥനയിൽ പ്രത്യേകമായി നമുക്ക് ഓർക്കുവാനായിട്ടുള്ളത്, കോവിഡ് രോഗത്താൽ ഭാരപ്പെടുന്നവർ, ഇപ്പോൾ 2 കുടുംബങ്ങളിലുള്ളവർ കോവിഡ് രോഗത്താൽ ഭാരപ്പെട്ട് ആശുപത്രിയിലും ഭവനത്തിലുമായി കഴിയുകയാണ്. മറ്റുള്ളവരെല്ലാം സൗഖ്യമായി തങ്ങളുടെ ഭവനങ്ങളിൽ കടന്നു വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് ഇടയായി. ഈ 2 കുടുംബങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ആശുപത്രിയിൽ ഒരു ചെറിയ ഓപ്പറേഷന് വിധേയനായി, എന്നാൽ വളരെയധികം രോഗങ്ങൾ അദ്ദേഹത്തെ അലട്ടുന്നുണ്ട്. തോപ്പിലെ പൊന്നിയെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കോട്ടയത്ത് SH മെഡിക്കൽ സെൻ്ററിൽ അദ്ദേഹത്തെ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പൂർണ്ണ സൗഖ്യത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നാം അറിഞ്ഞും അറിയാതെയും പലതരത്തിലുള്ളതായിരിക്കുന്ന പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. കണ്ടെയ്ൻമെൻറ്റ് സോണിൽ താമസിക്കുന്നവരുണ്ട്. അവരെല്ലാം ഈ സമയം നമുക്ക് ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. നമ്മുടെ സഭയെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയുടെ വിവിധങ്ങളായിരിക്കുന്ന പ്രവർത്തനങ്ങളെ നമുക്ക് ഓർക്കാം. ഈ നാളുകളിൽ സഭയെ സംരക്ഷിക്കുവാൻ വലിയവനായ ദൈവം പദ്ധതികൾ ഒരുക്കുന്നു. നാം നമ്മുടേതായിരിക്കുന്ന രീതിയിൽ ദൈവം നമുക്ക് തന്നിട്ടുള്ളതിൽ നിന്നും സഭയെ സന്ധിക്കുന്നതിനാവശ്യമായ സാമ്പത്തികമായ സഹകരണം നൽകി സഭയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ദൈവം നമ്മെ എല്ലാവരെയും കരങ്ങളിലെടുക്കട്ടെ. അതിനായിട്ടും വ്യക്തി ജീവിതങ്ങളെ ഒരുക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അച്ഛനെയും കുടുംബത്തെയും പ്രത്യേകമായി ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. കപ്പ്യാരെ കുടുംബമായി ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. കമ്മിറ്റി അംഗങ്ങളെ കുടുംബമായി ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം.
പ്രത്യേകിച്ച് ഗായക സംഘത്തെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഗായക സംഘത്തിന് കടന്നു വന്ന് പാടുവാനായിട്ട് സാധിക്കുന്നില്ലെങ്കിലും കൊയർ മാസ്റ്റർക്കും അതുപോലെ തന്നെ ഓർഗനിസ്റ്റിനും പ്രിയ ജോമോനും നിതിനും കടന്നു വന്ന് ഈ ശുശ്രൂഷ ചെയ്യുവാൻ തക്കോണം ദൈവം ഇടയാക്കുന്നത് ഓർത്ത് അവരെ നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. വിവിധങ്ങളായിരിക്കുന്ന നിലകളിൽ സഭയെ സഹായിക്കുകയും സഹകരിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന എല്ലാവരെയും നമുക്ക് ഓർക്കാം. മഴയുടേതായിരിക്കുന്ന അവസരമാണ്. വെള്ളപ്പൊക്കമുണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. പാമ്പിൻ്റെ ശല്യം ഉണ്ടാകുമെന്ന് ഗവൺമെൻറ് അറിയിച്ചിരിക്കുന്നു. അതുകൊണ്ട് സൂക്ഷ്മതയോടെ നമ്മൾ വർദ്ധിക്കുവാനായി ദൈവകരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. നമ്മുടെ ചെറുതും വലുതുമായ ആവശ്യങ്ങളെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മളെ വിട്ടുപിരിയുമ്പോൾ ഉണ്ടാകുന്ന വേദന അസഹനീയമാണ്. കർത്താവേ, അങ്ങനെയുള്ളതായിരിക്കുന്ന ഭവനങ്ങളെ അവിടുന്ന് ബലപ്പെടുത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വിദേശ യാത്ര ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. അവരെ നമുക്ക് ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. മറ്റ് ഇന്ത്യക്കകത്തും കേരളത്തിന് പുറത്തുമൊക്കെയായി ജോലിക്ക് വേണ്ടി കടന്നു പോകേണ്ടവരുണ്ട്. അവരെ എല്ലാവരെയും നമുക്ക് ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. പഠിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. നമ്മുടെ അധ്യാപകരെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. എല്ലാ നേഴ്സുമാർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ജോലിയിൽ നിന്ന് വിരമിച്ചവരെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. എല്ലാവരെയും ഈ സമയം കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയ്ക്കായി നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ പാഠപുസ്തകത്തിലെ 43-ാമത്തെ പാട്ട് നമുക്ക് ചേർന്ന് പാടുവാനായിട്ട് ശ്രമിക്കാം. നമുക്ക് നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ പാഠപുസ്തകത്തിലെ 38-ാമത്തെ പാട്ട് നമുക്ക് ചേർന്ന് 38-ാമത്തെ പാട്ട്. നടത്തിയ വിധങ്ങളോർത്ത നന്ദിയേ കിടാതിരും നേടുമോ നാഥൻ. നടത്തിയ വിധങ്ങളോർത്ത നന്ദിയേ കിടാതിരും നേടുമോ. കഷ്ടതയിലൻ കരം പിടിച്ചു കൺമണി പോൽ കരുതിയവൻ. നടത്തിയ വിധങ്ങളോർത്ത നന്ദിയേ കിടം ഇരുന്നിടുമോ. സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ദൈവസന്നിധിയിൽ അടുത്ത് വരുവാൻ ഞങ്ങൾക്ക് തന്ന ഭാഗ്യത്തിനായി സ്തോത്രം.
ദൈവമേ, നീ അവിടുന്ന് ഞങ്ങളെ നടത്തിയ വിധങ്ങൾ ഞങ്ങൾ ഓർക്കുമ്പോൾ നന്ദി അർപ്പിക്കാതിരിക്കാൻ സാധ്യമല്ലല്ലോ നാഥ. ജീവിതത്തിൽ വിവിധങ്ങളായിരിക്കുന്ന ഭാരങ്ങൾ വന്നപ്പോൾ ആ ഭാരങ്ങളുടെ നടുവിൽ നീ ഞങ്ങളെ അത്ഭുതകരമായി നടത്തിയല്ലോ നാഥ. ദൈവമേ, ഞങ്ങൾ മധ്യസ്ഥത എല്ലാ ആവശ്യങ്ങളും സ്വർഗം അവിടുന്ന് അറിയുന്നുണ്ടല്ലോ. ഞങ്ങളുടെ ദേശത്തോട് മനസ്സലിയണമേ, ഞങ്ങളുടെ സഭയോട് മനസ്സലിയണമേ, ഞങ്ങളുടെ കുടുംബങ്ങളോട് മനസ്സലിയണമേ, ഞങ്ങളുടെ വ്യക്തി ജീവിതങ്ങളോട് മനസ്സലിയണമേ നാഥ. ഞങ്ങളുടെ രോഗികളെ സൗഖ്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കോവിഡ് രോഗത്താൽ ഭാരപ്പെടുന്ന പ്രിയ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, രോഗം ഭേദമായി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നിൻ്റെ മക്കൾക്ക് നീ അവിടുന്ന് അവസരങ്ങളെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു നാഥ. ഞങ്ങളുടെ ആരുടെയും കുറവുകൾ ഓർക്കരുതെന്ന് പ്രാർത്ഥിക്കുന്നു. നീ കൊടുത്തിട്ടുള്ള സൗഖ്യത്തിനായും സ്തോത്രം. ദൈവമേ, പ്രത്യേകിച്ച് തോപ്പിലെ പൊന്നിയെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ മകനെ നേരിട്ടിരിക്കുന്ന എല്ലാ രോഗങ്ങളിൽ നിന്നും എൻ്റെ അപ്പച്ചൻ അവിടുന്ന് വിടുതൽ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഇപ്പോൾ ICUവിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു. നിൻ്റെ മകനെ കർത്താവെ സമ്പൂർണ്ണമായ വിടുതൽ അവിടുന്ന് കൊടുക്കണമേ. എല്ലാ രോഗങ്ങൾക്കും നല്ല വൈദ്യനായ കർത്താവെ, നിന്നിലല്ലാതെ ആശ്രയിപ്പാൻ ഞങ്ങൾക്കൊരിടമില്ലല്ലോ നാഥ. ഭാരപ്പെടുന്ന എല്ലാവരെയും തിരുക്കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് അവിടുന്ന് മറുപടി തരണമേ. ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ കുറവശങ്ങളൊന്നും ഓർക്കരുതെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഇന്ന് പൽക്കാലം നിന്നെ ആരാധിപ്പാൻ തക്കവണ്ണം നീ ഞങ്ങളെ ബലപ്പെടുത്തിയല്ലോ. ഞങ്ങൾ ചോദിച്ച കാര്യങ്ങളെല്ലാം നീ അവിടുന്ന് ഞങ്ങൾക്ക് തന്നുവെന്ന് വിശ്വസിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ചോദിച്ച മാത്രയിൽ തന്നെ ഞങ്ങൾക്ക് മറുപടി ലഭിച്ചുവെന്ന് വിശ്വസിപ്പാനുള്ള കൃപ തന്ന് നീ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോട് കേട്ടുത്തരമുണ്ടേണമേ. ആമേൻ. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നിങ്ങളോടുകൂടെ കാലവും ഇരിക്കുമാറാകട്ടെ. ആമേൻ. സ്തോത്രകാഴ്ച സമർപ്പണത്തിനായി നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് 225 ഗീതം പാടാം. ഗീതം 225. Amen.
സകല നല്ല ദാനങ്ങളുടെയും ദാതാവായ ദൈവമേ, നിന്റെ ജനങ്ങളുടെ വഴിപാട് കന്നയോടെ കൈക്കൊള്ളണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ലോകത്തിലെങ്ങും സമാധാനവും സമൃദ്ധിയും വർദ്ധിച്ചു വളരുവാൻ തക്കവണ്ണം ഈ വഴിപാടിനെയും ഇതർപ്പിക്കുന്ന നിന്റെ ജനങ്ങളെയും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുണയുള്ള കൃപയിലും കാവലിലും നിങ്ങളെ ഫലമേൽപ്പിക്കുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. കർത്താവ് തിരുമുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് നിങ്ങളോട് കൃപയുള്ളവനാകട്ടെ. കർത്താവ് തിരുമുഖം നിങ്ങളുടെ മേൽ ഉയർത്തി നിങ്ങൾക്ക് സമാധാനം തരുമാറാകട്ടെ. ഇങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ ഇടയിലുണ്ടായി എല്ലായ്പ്പോഴും നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ. കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. നമുക്ക് സമാധാനത്തോടെ പോകാം.